ചില കംഫർട്ട് സോണുകളിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുണ്ട്. പക്ഷെ ചില സമയത്ത് ആ കംഫർട്ട് സോണുകളിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരം തോന്നാറുണ്ട്. വളരെ സേഫായിരുന്ന ഒരിടത്തു നിന്ന് പെട്ടെന്ന് പറിച്ചു നടുമ്പോൾ, അല്ലെ പെട്ടെന്ന് നമ്മൾ അവിടെ ആരുമല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിൽ, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും നമുക്ക് വിഷമം തോന്നാറുണ്ട്. എങ്കിലും ആ ഒരു വിഷമത്തെ ആ ഒരു മിനിറ്റിലേക്ക് ചിന്തിച്ചിട്ട് നിങ്ങളുടെ വാക്തത്വത്തിനടുത്തേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണെന്ന് വിശ്വസിച്ച് കാലുകളെടുത്ത് വെക്കുന്നുവെങ്കിൽ ചില വാക്തത്വങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. യാക്കോബിനെ പറ്റി നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, യാക്കോബ് വളരെ സേഫായിട്ട് തൻ്റെ പേരൻസിൻ്റെ കൂടെ, തൻ്റെ സഹോദരൻ്റെ കൂടെയൊക്കെ വളരെ സേഫായിട്ടിരുന്ന ഒരു ടൈമിലാണ് മാതാവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേട്ട് മാതാവ് പറഞ്ഞതനുസരിച്ച് തൻ്റെ പിതാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് താൻ ഓടേണ്ടി വന്ന ഒരു സാഹചര്യം. വീടിനകത്ത് സേഫായി ഇരുന്ന ഒരു വ്യക്തി, വീടിനകത്ത് വളരെ സന്തോഷവാനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരുന്നു. താൻ ഒറ്റയ്ക്ക് യാത്രയാകുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു പോകുന്നു, ഒറ്റയ്ക്ക് ഉറങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒത്തിരി വേദനയോടെ താൻ ആ സാഹചര്യത്തേക്ക് ഫേസ് ചെയ്യുമ്പോഴും തൻ്റെ മേൽ വീണ ഒരു വാക്തത്വമുണ്ട്. കാലങ്ങൾക്ക് മുന്നേ തൻ്റെ മാതാവ് കേട്ടൊരു വാക്തത്വം, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ ദൂത് കേൾക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വളരെ വേദനയിലൂടെ, പ്രയാസത്തിലൂടെ, ഒറ്റപ്പെടിലൂടെ ഇരുന്ന സാഹചര്യത്തിനകത്തുനിന്ന് പെട്ടെന്ന് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുകളെ കൂടിളക്കി പറക്കുവാൻ നമ്മളെ ശീലിപ്പിക്കുന്ന ഒരു കർത്താവ്. കൂടിളക്കുമ്പോൾ ഒരുപക്ഷെ വേദന തോന്നും, കാലിൽ മുള്ളുകൾ കൊള്ളും, അല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ കൂടുകളെ കൂടിളക്കി വിടുമ്പോൾ പറക്കുവാനുള്ള ബലം നിന്റെ വിങ്സിന് തന്ന്, നിന്റെ ചിറകൾക്ക് തന്ന് നിന്നെ മുന്നോട്ട് നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ വാക്തത്വം കേട്ട് ഒറ്റപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാക്കോബ് ഇസ്രായേലായി മടങ്ങി വരികയാണ്. സെയിം സോണിനകത്തു നിന്ന്, കംഫർട്ട് സോണിനകത്തു നിന്ന് പറിച്ച് ഒറ്റയ്ക്ക് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കുക, നിന്റെ വാക്തത്വത്തിൻ്റെ ടൈമായി. യാക്കോബ് ഇസ്രായേലായി മാറാനുള്ള ടൈമായി. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. കഴിഞ്ഞ സമയത്തെ ഓർത്ത്, കൂടെ ഉണ്ടായിരുന്നവരെ ഓർത്ത് നീ ചിന്തിച്ച് വിഷമിക്കേണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, വാക്തത്വത്തിനടുത്തേക്ക് നിന്നെ കർത്താവ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഒറ്റയ്ക്കാണെന്നോർത്ത് ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ ഓർക്കുക. ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നിങ്ങൾ നിങ്ങളുടെ വാക്തത്വങ്ങളെ മുറുകെ പിടിക്കുക. അതിന് ആമേൻ പറയുക. കർത്താവ് എനിക്ക് വേണ്ടി അത് സാധിപ്പിക്കുമെന്ന് പറയുക. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ എന്നെ മാനിക്കുന്ന ഒരു ടൈം ഉണ്ടെന്ന് പറയുക. നാവ് കൊണ്ട് പോസിറ്റീവായ വാക്കുകൾ പറയുക, വാക്തത്തിൽ മുറുകെ പിടിക്കുക. ആമേൻ പറഞ്ഞ് ദൂത് സ്വീകരിക്കുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.